Welcome back to Leap by IAS Factor. First question. The STEMI Act project is an initiative related to which of the following issues? STEMI Act എന്നാണ് ഒരു പദ്ധതിയുടെ പേര്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. Option A, improve the primary school enrollment in tribal areas. Option B, World Bank funded women empowerment program in coastal areas. Option C, emergency care during heart attacks. And option D, shelter facility for pavement dwellers. See, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മുടെ കീവേഡ്സ് എടുക്കുക, എന്നിട്ട് അതിനകത്തുള്ള ആ കീവേഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമ്മുടെ ഈ അബ്രിവിയേഷൻസിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഇതൊരു അബ്രിവിയേഷനാണ്, അതുകൊണ്ടാണല്ലോ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തേക്കുന്നത്. STEMI ആക്ട് എന്നാണ്. സോ ഇവിടെ ഫസ്റ്റ് വണ്ണിൽ നോക്കുകയാണെങ്കിൽ പ്രൈമറി സ്കൂൾ എൻറോൾമെൻറ്റ്, അപ്പോൾ പ്രൈമറിയുടെ PO അല്ലെങ്കിൽ എൻറോൾമെൻറ്റിൻ്റെ EO ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ കിടപ്പുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ നോക്കൂ, വേൾഡ് ബാങ്ക് ഫണ്ടഡ് വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം ഇൻ കോസ്റ്റൽ ഏരിയാസ്. വിമൻ എംപവർമെൻറ്റിൽ W ഇല്ല, കോസ്റ്റൽ ഏരിയാസിൻ്റെ CU ഇല്ല. മാത്രമല്ല വേൾഡ് ബാങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേൾഡ് ബാങ്ക് ഇന്ത്യയിൽ ചെയ്യുന്ന കൂടുതൽ പരിപാടികളും എന്താണ്, വാട്ടർ റിലേറ്റഡ് ആണ്. സോ ഇതാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നെക്സ്റ്റ് ഒന്ന് നോക്കൂ, എമർജൻസി കെയർ ഡ്യൂറിങ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ H ഇല്ല. ഈ എമർജൻസിയുടെ E വേണമെങ്കിൽ അത് എത്ര എടുക്കണം, ഹാർട്ട് അറ്റാക്കിൻ്റെ H ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമാണ്. D നോക്കൂ, ഷെൽട്ടർ ഫെസിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഡ്വെല്ലേഴ്സ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഡ്വെല്ലേഴ്സ് എന്ന് പറയുന്നിടത്ത് പേയ്മെൻറ്റ് ഡ്വെല്ലേഴ്സിൻ്റെ Pയും ഇതിനകത്തില്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്താണ്, A എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് നോക്കാം A കറക്റ്റ് ആണോ അല്ലയോ എന്ന്. STEMI എന്താണെന്ന് നോക്കൂ. STEMI സ്റ്റാൻഡ്സ് ഫോർ ST elevation മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. അതായത് എന്താണ്, ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിക്കുന്ന സംഭവമാണ്, ഇനീഷ്യേറ്റീവാണ് എന്ത്, STEMI ആക്ട് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ വിഷയം. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സാധനത്തിന് മറ്റൊരു ടേമിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ST elevation മയോകാർഡിയൽ. Cardiology is related to heart. So myocardial infarction, heart attacks in India. അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന അങ്ങനത്തെ ഹാർട്ട് അറ്റാക്കുകൾക്ക് അതിനെ ഒരു പരിധി വരെ തടയാനായിട്ട് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് STEMI ആക്ട് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാകുന്ന കാരണങ്ങളിൽ ഒന്നാണ് എന്ത്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് തന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. അതായത് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വിഷയം. അതായത് STEMI ആക്ടിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഗോൾഡൻ അവർ എന്നാണ് പറയുന്നതിന്. അതായത് നമുക്കൊരു ഒരു 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 അസ്വസ്ഥത തോന്നി 1 അവറിനുള്ളിൽ, അതാണ് ഈ ഗോൾഡൻ അവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അസ്വസ്ഥത തോന്നിയ ആദ്യത്തെ 60 മിനിറ്റിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ഹാർട്ട് അറ്റാക്കുകളിൽ നിന്നും രക്ഷപ്പെടാനൊക്കും. സോ ബേസിക്കലി എന്താ, ആർട്ടറി ബ്ലോക്ക് ആയിട്ടിരിക്കുകയായിരിക്കും. ആ 1 അവർ ഗോൾഡൻ അവറിനുള്ളിൽ ആർട്ടറിയിലെ ബ്ലോക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് ത്രൂ മെഡിസിൻ ആയിക്കോട്ടെ, ത്രൂ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, സർജറി ആയിക്കോട്ടെ, ആ ബ്ലോക്ക് മാറ്റാനുള്ള നടപടികൾ എടുത്താൽ മാത്രമേ ഹാർട്ട് അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ ഗോൾഡൻ അവറിൽ വേദന വന്ന് കുറേ സമയം കഴിയും. നോർമലി അവരുടെ ICMRന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് എന്താ, 24 അവർ കഴിഞ്ഞിട്ടാണ് എന്ത് നോർമലി ഇന്ത്യയിൽ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്നത്. അതായത് ആ വേദന വന്ന് 24 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അപ്പോഴത്തേക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ വരും, എന്ത് ആള് തട്ടിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. സാധ്യത ഉണ്ടെന്നല്ല, തട്ടിപ്പോവും. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, മനസ്സിലായില്ലേ. അപ്പോൾ ICMR അതിനു വേണ്ടിയിട്ട് ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്ന പരിപാടിയാണ് എന്ത്, STEMI ആക്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ഫെസിലിറ്റി പല സംസ്ഥാനങ്ങളിലും അവൈലബിൾ അല്ല, മനസ്സിലായില്ലേ. അതായത് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഫെസിലിറ്റീസ് പലയിടത്തും അവൈലബിൾ അല്ല. അതിലേറ്റവും മികച്ച അവൈലബിലിറ്റി ഉള്ള സംസ്ഥാനമാണ് കേരളം. അതായത് കേരളത്തിലെ അവരുടെ ICMRന്റെ കണക്ക് പ്രകാരം ഒരാൾക്ക് ഒരു നോർമൽ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 4.5 അവർ, 4.5 മണിക്കൂറിനുള്ളിൽ എങ്ങനെ പോയാലും ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റും. ആവറേജ് ആണ് പറയുന്നത്.
പല സ്ഥലങ്ങളിലും അത്രത്തിൻ്റെ പോലും ആവശ്യമില്ല. അപ്പോൾ 4.5 അവർ എടുത്തിട്ടാണ് നോർമലി കേരളത്തിലൊരു വ്യക്തി, ഇന്ത്യയിലെ ഏറ്റവും കുറവ് സമയമാണ് പറയുന്നത്. ബാക്കി പലയിടത്തും ഇങ്ങനൊന്നും അല്ല. ബാക്കി പലയിടത്തും ഒരുപാടുകൾ മണിക്കൂർ എടുത്തിട്ടാണ് ആ പേഷ്യൻ്റ് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് എന്താ, it uses telemedicine and a dedicated mobile application to connect peripheral spoke hospitals with larger hub hospitals. അതായത് ഒരു മെയിൻ ഹബ്ബ് ഉണ്ടാവും. ഇതാണ് ഹബ്ബ്, മനസ്സിലായില്ലേ? ഈ ഹബ്ബിലേക്ക് ഒരുപാട് സ്പോക്കുകളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയൊക്കെ മറ്റ് ഹോസ്പിറ്റൽസും ഉണ്ടാവും, മനസ്സിലായോ? അപ്പം ഈ പ്രദേശത്ത് വീടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ആദ്യം ഇവിടെ കണക്ട് ചെയ്യും, ഇവിടെ നിന്ന് ഈ മെയിൻ ഹോസ്പിറ്റലിലേക്ക് കണക്ട് ചെയ്യും, മനസ്സിലായോ? അപ്പോൾ അതായത് ഇയാൾക്ക് ട്രീറ്റ്മെൻറ്റിന് ഇയാൾ ഇവിടോട്ട് ചെന്നാൽ മതി, ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കപ്പെടും. മെയിൻ ഹോസ്പിറ്റൽ, ആ ഹബ്ബ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നും അവിടുന്ന് ടെലിമെഡിസിൻ ആയിക്കോട്ടെ, അതായത് ഇവിടെ ആയിരിക്കും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടാവുക. ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടെലികോളിൽ വരുന്നു, പേഷ്യൻറ്റിനെ കാണുന്നു, ഇന്ന വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറയുന്നു. ആ ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് എമർജൻസി കെയർ എങ്കിലും കൊടുത്തതിന് ശേഷം ഇവിടോട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഹാർട്ട് അറ്റാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എമർജൻസി കെയർ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ICMR കൊണ്ടുവന്നിരിക്കുന്ന ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലുള്ള ഒരു പരിപാടിയാണ് STEMI ആക്ട് എന്ന് പറയുന്നത്. എന്നാൽ നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിൻ്റെ റീസൺ ആയിട്ട് കൊടുത്തേക്കുന്നത് നോക്കൂ, ഇറ്റ്സ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ. അത് കഴിഞ്ഞാലുള്ളത് സ്മോക്കിംഗ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് ഡയബറ്റീസ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ കാരണമാണ്, രണ്ടാമത് സ്മോക്കിംഗ് കാരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിത്ത് റെഫറൻസ് ടു റീസെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് പേഴ്സ്. അപ്പം കുറച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിപാടികളുടെ പേരും അതിനോടൊപ്പം തന്നെ കുറച്ച് പ്രോഗ്രാംസിൻ്റെ പേരും അതിൻ്റെ എന്താണോ അതിൻ്റെ ലക്ഷ്യം എന്നുള്ള അതും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആദ്യത്തെ നോക്കൂ, ഭാരത് ജൻ ഇൻഡിജനസ്ലി ഡെവലപ്ഡ് മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്. ഇന്ത്യൻ ലാംഗ്വേജസിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു LLM ആണ് ഭാരത് ജൻ എന്ന് പറയുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. രണ്ടാമത് നോക്കൂ, ഭാഷിണി AI based multilingual generative model developed under IIT ബോംബെ. IIT ബോംബെ ഡെവലപ്പ് ചെയ്ത മൾട്ടിലിംഗ്വൽ, അതായത് പല ഭാഷകളിലുള്ള ഒരു ജനറേറ്റീവ് AI മോഡൽ. അതായത് നമ്മുടെ ChatGPT പോലൊക്കെ, ChatGPT ഒക്കെ എന്താണ്, ജനറേറ്റീവ് AIയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതേപോലെയൊക്കെയുള്ള ഒരു മൾട്ടിലിംഗ്വൽ, ബഹുഭാഷയിലുള്ള ഒരു AI ജനറേറ്റീവ് മോഡലാണ് ഭാഷിണി എന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. തേർഡ് വൺ, ഇന്ത്യ AI മിഷൻ, a government mission to establish comprehensive AI ecosystem with a focus on compute infrastructure, data sets and research. അപ്പം ഇന്ത്യയിലെ AI എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വലുതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു മിഷനാണ് ഇന്ത്യ AI മിഷൻ എന്ന് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഫോർത്ത് വൺ നോക്കൂ, ഇൻഡസ് എക്സ്, an initiative for AI enabled health care translation service in Indian languages. അപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് ഇൻഡസ് എക്സ് എന്ന് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഇതിനകത്ത് എന്താ പറയേണ്ടത്, ലോജിക്കലി ക്രാക്ക് ചെയ്യാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല, നമുക്ക് അറിയണം എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. മനസ്സിലായില്ലേ? അങ്ങനെ അറിഞ്ഞു വരുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവും ഇൻഡസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ പരിപാടിയൊന്നുമല്ല. ഇറ്റ്സ് ഇന്ത്യ US ഡിഫൻസ് ആക്സിലറേഷൻ എക്കോസിസ്റ്റമാണ്. ഇന്ത്യ US ഡിഫൻസ് ആക്സിലറേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഡസ് എക്സ് എന്ന് വിളിക്കുന്നത്. അതിന് AI-യുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. സോ ഫോർത്ത് വൺ ഈസ് റോങ്. ആൻഡ് ഭാഷിനി ഈസ് എ നാഷണൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ആൻഡ് സ്പീച്ച് റെക്കഗ്നീഷൻ. ഭാഷിനി എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് റെക്കഗ്നീഷൻ ആണ്. അതൊരു ജനറേറ്റീവ് AI ജനറേറ്റീവ് മോഡലൊന്നുമല്ല എന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിക്കൊണ്ട് പറയുന്നു. സോ ദാറ്റ് മീൻസ് 1 and 3 ആർ കറക്റ്റ്. സോ ദാറ്റ് മീൻസ് only 2 pairs are right. Next question,
which ministry is designated as the nodal ministry to promote and facilitate EV adoption in India at the union level? അപ്പോൾ യൂണിയൻ ലെവലിൽ കേന്ദ്ര തലത്തിൽ EV അഡോപ്ഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള നോഡൽ മിനിസ്ട്രി ഏതാണ് എന്ന് ചോദ്യം. ഓപ്ഷനിൽ നിന്നും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആദ്യത്തെ നോക്കൂ, മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആവാം, കാരണം വെഹിക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു ഹെവി ഇൻഡസ്ട്രിക്ക് അത് പെടുത്താൻ പറ്റുന്നതാണ്. പവർ ആവാം, കാരണം എന്താ, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. റോഡ് ട്രാൻസ്പോർട്ട് തീർച്ചയായിട്ടും ആവാം. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം ഇലക്ട്രിക്കലാണല്ലോ കൂടുതൽ ടെക്നോളജിയൊക്കെ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർമലി എന്താണ്, നമുക്ക് ഗസ് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്കൊരു സ്കീമിനെ കുറിച്ച് അറിയാമെങ്കിൽ, ഏത് സ്കീം, ഫെയിം എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. എന്താണ് ഫെയിമിന്റെ ഫുൾ ഫോം? ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫെയിം എന്ന് പറയുന്ന സ്കീം ആരുടെ കീഴിൽ വരുന്നു? മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ കീഴിൽ വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, എന്ത്, EV അഡോപ്ഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആണ്. സോ ഫെയിം സ്കീം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതുകൂടാതെ ഒരു ക്യാമ്പയിനും ഇതേ മിനിസ്ട്രി നടത്തുന്നുണ്ട്, PM E-ഡ്രൈവ് എന്നാണ് പേര്. സോ PM E-ഡ്രൈവ് എന്ന് പറയുന്ന ക്യാമ്പയിനും ഫെയിം എന്ന് പറയുന്ന സ്കീമും മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ കീഴിലാണ്. ഇതൊന്നുകിൽ ഒരു സ്റ്റാൻഡ് അലോൺ ചോദ്യമായിട്ട് വരാം, അല്ലെങ്കിൽ EV റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കയറി വരാനുള്ള സാധ്യതയുണ്ട്. പലരും ശ്രദ്ധിക്കത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാൻഡ് അലോൺ ചോദ്യമായിട്ട് തന്നെ ഇവിടെ വെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഡിഫറെന്റ് പ്രോഗ്രാംസ് അണ്ടർ ദി നെയിം സചേത്? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്, കാരണം ചോദ്യം ചോദിച്ചിരിക്കുന്നത് സചേത് എന്ന പേരിൽ ഇതിൽ ഏതൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെന്നാണ്. നമുക്കറിയാം ഇന്ത്യയിലെ പല സ്കീമുകൾക്കും ഒരേ പേരുകളുണ്ടല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉജ്ജ്വല എന്ന് പറയുന്ന പേരിൽ പല സ്കീംസുകളുണ്ട്, പിന്നെ സക്ഷം എന്ന് പറയുന്ന പേരിലുണ്ട്, സാധി എന്ന് പറയുന്ന പേരിലുണ്ട്, ഇങ്ങനെ പല പേരുണ്ട്. അതുപോലെ മറ്റൊരു പേരാണ് സചേത്. ഇതിലേതൊക്കെയുണ്ട്? 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നോക്കൂ. എ പോർട്ടൽ വെയർ സിറ്റിസൺസ് ക്യാൻ റിപ്പോർട്ട് ഇല്ലീഗൽ മണി പൂളിംഗ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ്. അപ്പോൾ ഇല്ലീഗൽ മണി പൂളിങ്ങും മറ്റ് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസും സിറ്റിസൺസിന് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടലാണ് സചേത്. ആണോ? അറിയത്തില്ല. നാഷണൽ ഡിസാസ്റ്റർ അലേർട്ട് പോർട്ടൽ ബൈ NDMA. ഇത് റീസെൻ്റ്ലി പത്രം വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ട്രൂ. അതായത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിൽ ഡിസാസ്റ്റർ അലേർട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പോർട്ടൽ എല്ലാവർക്കും റിയൽ ടൈമിൽ, ഇന്ത്യയിലെ എല്ലായിടത്തും റിയൽ ടൈമിൽ അവിടെ എന്തെങ്കിലും അലേർട്ട് ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ കൊണ്ടുവന്ന പോർട്ടലാണ് എന്ത്, സചേത് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നു. ആൻഡ് തേർഡ് ഓപ്ഷൻ, എ പോർട്ടൽ ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ ആക്സസ് ടു ഇക്വിറ്റബിൾ, accessible, affordable and quality mental health care to 24/7 tele mental health service. അപ്പം 24/7 മെൻ്റൽ ഹെൽത്ത് സർവീസ് ഓൺലൈനായിട്ട് അവൈൽ ചെയ്യുന്ന പോർട്ടലാണ് എന്ത്, സചേത് എന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇതിലേതൊക്കെ ശരി? 2 ശരിയാണ് എന്ന് നമുക്കറിയാം. 2 എല്ലാത്തിലും ഓപ്ഷനും കിടപ്പുണ്ട്. അപ്പോൾ ഒരു നിവർത്തിയുമില്ല, ആൻസർ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, സചേത് എന്ന് പറയുന്നത് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. അതായത് SLCC സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് RBIയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോറമുണ്ട്. RBI കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോറമാണ് SLCC സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി. ആ SLCC ആണ് എന്ത്, അല്ലെങ്കിൽ RBIയുടെ കീഴിൽ SLCC ആണ് സചേത് എന്ന് പറയുന്ന പോർട്ടൽ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ആ പോർട്ടലിന്റെ ഉദ്ദേശം ഇല്ലീഗലായിട്ട് ആരെങ്കിലും മണി സ്വരൂപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്കത് RBIയോട് റിപ്പോർട്ട് ചെയ്യാം. അതിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പോർട്ടലാണ് സചേത് എന്ന് പറയുന്നത്. സോ SLCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജോയിന്റ് ഫോറം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇൻഫോർമേഷൻ ഷെയറിംഗ് ബിറ്റ്വീൻ റെഗുലേറ്റേഴ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്. അതായത് ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ്, അല്ലാതെ RBI മാത്രമല്ല കേട്ടോ, എല്ലാ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സും ഉൾപ്പെടും. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സിനും എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും ഇടയിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ടുള്ള ജോയിന്റ് ഫോറമാണ് SLCC എന്ന് പറയുന്നത്.
അതായത് എന്തെങ്കിലും ഇറഗുലാരിറ്റി, ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി ഒരു റെഗുലേറ്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക്, ഇ ഡി ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, അങ്ങനത്തെ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാനായിട്ടുള്ള ആ ഒരു ജോയിന്റ് ഫോറം, അതാണ് SLCC എന്ന് പറയുന്നത്. അത് ആരംഭിച്ചിരിക്കുന്ന RBIയുടെ നേതൃത്വത്തിലാണ്. അത് ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടലിന്റെ പേരും സചേത എന്ന് തന്നെയാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ഫോൾസ്. കാരണം അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ്. എന്താണ്, ഇന്ത്യയിലെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് എന്ത്, ടെലിമാനസ് എന്ന് പറയുന്നത്. അപ്പൊ ടെലിമാനസിൽ കൂടെ എന്താണ്, ഒരു ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് മെന്റൽ ഹെൽത്ത് കെയർ സർവീസ് ആണ്. അപ്പം മെന്റൽ ഹെൽത്തിൽ ഇപ്പോൾ കൗൺസിലേഴ്സിനോടൊക്കെ ടോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ നിങ്ങൾക്ക് എന്താ ഓൺലൈനായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കും. പിന്നെ അങ്ങനത്തെ, അതായത് മെന്റൽ ഹെൽത്ത് സർവീസസ് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനിൽ കൂടെ കിട്ടുന്ന ഒരു പോർട്ടലാണ് ടെലിമാനസ് എന്ന് പറയുന്നത്. സോ തേർഡ് വൺ എന്ന് പറയുന്നത് ഒരിക്കലും സചേത എന്ന പേരിലല്ല അറിയപ്പെടുന്നത്, ഇറ്റ് ഈസ് ടെലിമാനസ്. സോ ദി ആൻസർ ഈസ് 1 and 2 only. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദി ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ IMD കുറിച്ചൊരു 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു ഇന്ത്യയിലെ മൺസൂൺ ഇത്തവണ വല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. ഒന്ന് മൺസൂൺ ഏർലി ആയി, പിന്നെ മൺസൂൺ ഭയങ്കര ഇറഗുലർ ആവുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യയിലെ IMD, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ന്യൂസിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. IMD വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി 19th century. 19ാം നൂറ്റാണ്ടിലാണ് IMD എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് പറയുന്നു. It functions under the Ministry of Environment, Forest and Climate Change. And the third one, positional astronomy, agriculture meteorology and civil aviation are separate divisions of IMD. See, ഇതിനെക്കുറിച്ച് ലോജിക്കലി ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ ഒക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ ന്യൂസ് IMD കുറിച്ച് എന്നും വരുന്നു, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് വരുന്നു. എന്നും വേണ്ട, റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. കാരണം അങ്ങനെ ന്യൂസിനകത്ത് ആ മിനിസ്ട്രിയും കൂടെ ചേർത്തിട്ടാണ് IMDയുടെ ന്യൂസ് പലപ്പോഴും വരുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ IMDയുടെ ന്യൂസ് നിങ്ങൾ ഒരിക്കലെങ്കിലും PIBയിൽ കയറി വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം മേളിൽ തന്നെ മിനിസ്ട്രിയുടെ പേര് കൊടുക്കുമല്ലോ, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് എന്നവിടെ കൊടുക്കാറുണ്ട്. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. 2 റോങ് ആകുമ്പോൾ A ഇല്ല, C ഇല്ല, D ഇല്ല. ദാറ്റ് മീൻസ് 1 and 3 ആർ കറക്റ്റ്. അതായത് IMD എസ്റ്റാബ്ലിഷ് ചെയ്ത് 19th centuryയിലാണ് എന്ന് പറയുമ്പോൾ എന്നാണ് എന്ന് നമ്മൾ അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. 1875ലാണ് IMD, ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിലെ എല്ലായിടത്തുമുള്ള മെറ്റീരിയോളജിക്കൽ വർക്കുകൾ ഒരുമിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സെൻട്രൽ അതോറിറ്റിയാണ് IMD എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1875. And it is right now under the Ministry of Earth Sciences. And third one നോക്കൂ, പലർക്കും ഈ സിവിൽ ഏവിയേഷൻ ഒക്കെ ചിലപ്പോൾ ഡൗട്ട് അടിച്ചു എന്ന് വരും. അതായത് സിവിൽ ഏവിയേഷനൊക്കെ IMDയുടെ കീഴിൽ ഓരോ ഡിവിഷനുകളാണോ എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, അഗ്രികൾച്ചറൽ മെറ്റീരിയോളജി ഉണ്ട്, സിവിൽ ഏവിയേഷൻ, ക്ലൈമറ്റോളജി, ഹൈഡ്രോ മെറ്റീരിയോളജി, ഇൻസ്ട്രുമെന്റേഷൻ, മെറ്റീരിയോളജിക്കൽ ടെലികമ്മ്യൂണിക്കേഷൻ, റീജിയണൽ സ്പെഷ്യലൈസ്ഡ്. നോക്ക് എത്ര 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 സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസ് ആണ് IMDക്കുള്ളത്. തെറ്റിക്കരുത്. ഇപ്പൊ സിവിൽ ഏവിയേഷൻ നമ്മുടെ നോർമലി മനസ്സിൽ വന്നു എന്ന് വരത്തില്ല, അല്ലെങ്കിൽ പൊസിഷണൽ ആസ്ട്രോണമി, ഇതൊക്കെ ഒന്നും നോർമലി നമ്മൾ ഗസ് ചെയ്തു എന്ന് വരത്തില്ല. ഇതൊക്കെ തെറ്റാണ് എന്ന് സങ്കല്പിക്കാം. ഞാൻ പറഞ്ഞു യുണീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കണം. സോ 1 and 3 ആർ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ്.